ഹായ്, ആൻഡ്രോയിഡ് ഫോൺ അതായത് ഗൂഗിൾ ആയാലും ശരി ഇനി ആപ്പിൾ ആയാലും ശരി രണ്ട് ടീമുകളായാലും ശരി ഒരുപാട് കാര്യങ്ങളിൽ കസ്റ്റമേഴ്സിന് മുകളിൽ നിയന്ത്രണം വെക്കുന്നുണ്ട്. പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ, അവരുടെ ചില രീതിയിലുള്ള ഉപയോഗങ്ങൾ നമ്മൾ നിർബന്ധപൂർവ്വം ഉപയോഗിക്കേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട്. എന്നാൽ ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങളിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ വരാൻ പോവാണ്. പല മേഖലകളിലും കാര്യമായിട്ട് തന്നെ സർക്കാരുകൾ ഇടപെട്ടു തുടങ്ങി. നമുക്കറിയാം, ആപ്പിളിൻ്റെ കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ കാര്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ആൻഡ്രോയിഡിൽ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ കാര്യത്തിൽ സർക്കാർ ഇടപെടുകയാണ്. സോ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്? ഈ കമ്പനികളുടെ ഇത്തരം പ്രവണതകൾക്ക് എട്ടിൻ്റെ പണി കിട്ടാൻ പോവാണ്. എന്താണ് ആ പണികൾ, അല്ലെങ്കിൽ വരാൻ പോകുന്ന ബിഗ്ഗസ്റ്റ് ചേഞ്ചുകൾ എന്തൊക്കെയാണ്? നമുക്ക് ഈ വീഡിയോയിലൂടെ അതൊന്ന് ചെറുതായിട്ട് പരിശോധിക്കാം. ആദ്യമായിട്ട് ആപ്പിളിൻ്റെ കാര്യത്തിൽ, ആപ്പിൾ ഓൾറെഡി നമുക്കറിയാം യൂറോപ്യൻ യൂണിയനിൽ നിന്നും അവർക്ക് കൃത്യമായിട്ടുള്ള കുറച്ചധികം മാറ്റങ്ങൾ വരുത്തണമെന്നുള്ള നിർദ്ദേശങ്ങൾ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിലേ അവർക്ക് ഫോൺ ഇറക്കാൻ പറ്റുള്ളൂ. ഒന്ന് ടൈപ്പ് സി, ഈ ടൈപ്പ് സി പോർട്ടും കാര്യങ്ങളും വേണം. അതായത് അത് ആപ്പിളിൽ നിന്ന് പറഞ്ഞുകൊണ്ടല്ല, മൊത്തത്തിൽ ഫോൺ ഇൻഡസ്ട്രിയിൽ അവരവർക്ക് തോന്നുന്ന ടൈപ്പ് സി, മൈക്രോ USB അല്ലെങ്കിൽ ലൈറ്റ്നിങ് പോർട്ട് ഈ പരിപാടിയൊന്നും വേണ്ട. കസ്റ്റമർക്ക് സൗകര്യപ്രദമായിട്ട് യൂണിവേഴ്സലായിട്ട് ടൈപ്പ് സി വേണമെന്നുള്ള നിയമം വരുന്നു. അതുകൊണ്ട് തന്നെ ആപ്പിൾ അടക്കമുള്ള കമ്പനികൾ അതിലേക്ക് മാറിയേ പറ്റൂ. രണ്ടാമതൊരു പണി ആപ്പിളിന് കൊടുത്തിട്ടുണ്ട്. അതായത് ആപ്പ് സ്റ്റോർ, അവരുടെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഐഫോണിൽ തേർഡ് പാർട്ടി ഇടാനുള്ള പണിയുണ്ട്, ബട്ട് എങ്കിലും അത് ലിമിറ്റഡ് ആണ്. വളരെ അധികം പണി കൂടുതലുള്ള പരിപാടിയാണ്. ഈസി ആയിട്ട് നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ വേറൊരു തേർഡ് പാർട്ടി സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് ഐഫോണിൽ പറ്റില്ല. ബട്ട് അതിന് മാറ്റം വരുത്തണമെന്നാണ് പുതിയ നിയമം. യൂറോപ്യൻ യൂണിയൻ്റെ പുതിയ നിയമം വരുന്നത്. അതായത് നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സ്റ്റോറുകൾ ഐഫോണിൽ അനുവദിക്കപ്പെടും. അതിലൂടെ നമുക്ക് ഈസി ആയിട്ട് മറ്റ് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് സ്റ്റോറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പരിപാടി വേണ്ട. തീർച്ചയായിട്ടും നല്ലൊരു മാറ്റമാണ്. അതേപോലെ തന്നെ NFC, ആപ്പിൾ ഫോണുകളിൽ NFC ഉണ്ട്. പക്ഷേ അത് അവരുടെ ആപ്പിൾ പേയ്ക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് ഒരു ചെറിയ തടസ്സമാണ്. ശരിക്കും ഗൂഗിൾ പേയിൽ നമുക്ക് ഈ ബാങ്ക് കാർഡുകളൊക്കെ ആഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റുകൾ NFC വഴി ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ബാങ്ക് കാർഡ് എപ്പോഴും കൊണ്ട് നടക്കണ്ട. നമ്മുടെ ഫോണിൽ ഗൂഗിൾ പേയിൽ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. ബട്ട് നമുക്ക് ഐഫോണിൽ ആ ഒരു സംവിധാനം, NFC സംവിധാനം തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. സോ ഇത് തുറന്നു കൊടുക്കണം എന്നുള്ള സംഗതിയും നിലവിൽ വരാൻ പോവുകയാണ്. അതുകൂടി വന്നു കഴിഞ്ഞാൽ ആ ഒരു റെസ്ട്രിക്ഷനും അയവ് വരും. സോ ആപ്പിളിൻ്റെ പലതരത്തിലുള്ള ഇത്തരം റെസ്ട്രിക്ഷനുകൾക്ക് അയവ് വരുത്തുകയാണ്. പലതരം കുത്തകൾ, ഈ ആപ്പ് സ്റ്റോറിൻ്റെയൊക്കെ ഒരു കുത്തക അവരുടെ ഫോണുകളെ സംബന്ധിച്ച് അവരുടെ കയ്യിലാണ്. അപ്പോൾ അതൊക്കെ അയവ് വരുത്തുകയാണ്. ഇതിനൊക്കെ സർക്കാരുകൾ ഇടപെടുകയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇവരൊക്കെ ഫോൺ ഇറക്കുന്നു, നമ്മളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന, അവർ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ള രീതി മാറിയിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിന് ഗവൺമെൻറ്റുകളുടെ ഇടപെടൽ നല്ല കാര്യമല്ലേ? ഇന്ത്യയിൽ ഗവൺമെൻറ് ഗൂഗിളിൻ്റെ കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ആപ്പിളിൻ്റെ കാര്യം യൂറോപ്യൻ യൂണിയനൊക്കെയാണ്. ഇവിടെ ഗൂഗിളിൻ്റെ കാര്യത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇന്ത്യയിൽ. ഒന്നാമത്തെ കാര്യം, തേർഡ് പാർട്ടി സ്റ്റോറുകളെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ അനുവദിക്കണം. തേർഡ് പാർട്ടി സ്റ്റോറുകൾ ഓൾറെഡി ഇവിടെ അനുവദിച്ചിട്ടുണ്ട് ആൻഡ്രോയിഡിൽ. അതായത് നമുക്ക് വേണമെങ്കിൽ ആപ്റ്റോയിഡ് ഇടാം, അല്ലെങ്കിൽ ആമസോണിൻ്റെ ആപ്പ് സ്റ്റോർ ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. അതിന് തടസ്സമില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നും ഈ ആപ്പ് വഴി നമുക്ക് കിട്ടാറില്ല. അതായത് തേർഡ് പാർട്ടി സ്റ്റോറുകൾ വഴി നമുക്ക് കിട്ടാറില്ല. ബട്ട് അതിനുള്ള സ്മൂത്ത് ആയിട്ടുള്ള സൗകര്യങ്ങൾ കൂടി വേണം എന്നുള്ള പുതിയ നിയമമാണ് ഇന്ത്യയിൽ വരുന്നത്. ഗൂഗിൾ അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അവർ അപ്പീലൊക്കെ പോകുന്നുണ്ട്. ബട്ട് ഇത് ഇങ്ങനെ വേണമെന്നുള്ളത് ഒരു കാര്യം ഗവൺമെൻറ് മുമ്പോട്ട് വെച്ചിരിക്കുന്നു, ഗൂഗിൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ചെറിയ സംശയം വരാം, ഇതൊക്കെ റിസ്ക് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസ്ക് ഉണ്ട്. അതിന് വേണ്ടുന്ന ആ വിശ്വാസമുള്ള സ്റ്റോറുകൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ ഉള്ളത്. നമുക്ക് ചോയ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നല്ലൊരു കാര്യമായിട്ട് മുമ്പിൽ വരുന്നത്. അതേപോലെ അടുത്ത ഒരു മാറ്റം ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഗൂഗിളിൽ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ സെറ്റപ്പ് ചെയ്യുന്നു, യൂസ് ചെയ്ത് തുടങ്ങുന്നു, ഓട്ടോമാറ്റിക്കലി അവിടെ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ അല്ലെങ്കിൽ സെർച്ച് ബാറും കാര്യങ്ങളൊക്കെ വരും. ഗൂഗിൾ സെർച്ചാണ്, ഗൂഗിൾ ക്രോമാണ്, കാര്യങ്ങൾ സെറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ബട്ട് എന്തിനാണ് ഈ ഗൂഗിൾ തന്നെ ഡീഫോൾട്ടായിട്ട് വർക്ക് ചെയ്യുന്നത്? കസ്റ്റമർക്ക് ചൂസ് ചെയ്തുകൂടെ? ഗൂഗിൾ വേണോ, ഡക്ക് ഗോ വേണോ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ വേണോ, എന്ത് വേണമെന്ന് കസ്റ്റമറോട് ചോദിക്കുന്നില്ല. അവർ ഗൂഗിൾ വെച്ചിരിക്കുന്നു, നമ്മളത് ഉപയോഗിക്കുന്നു. ഗൂഗിളാണ് ബെസ്റ്റ് സെർച്ചിൽ, നമുക്കറിയാം. ബട്ട് എങ്കിലും ഒരു ഓപ്ഷൻ, ഒരു ചോയ്സ് കസ്റ്റമറുടെ മുമ്പിലില്ല. ബട്ട് ഇനി അത് പറ്റില്ല. കൃത്യമായിട്ട് ആ ഒരു ആൻഡ്രോയിഡ് ഫോൺ സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സെർച്ച് സംവിധാനം ഏതാണ് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. സോ അവിടെയും കസ്റ്റമറുടെ ചോയ്സിന് ഒരു മുൻഗണന നൽകാൻ ഗവൺമെൻറ് ഇടപെടുകയാണ്. ഇനി അടുത്തൊരു ചേഞ്ച് വരുന്നത് ഗൂഗിൾ പ്ലേയുടെ ബില്ലിംഗ്. അവർ ഗൂഗിൾ പ്ലേയിലൂടെ തന്നെ നമ്മൾ ബില്ലിംഗ് നടത്തണം. അവിടെ നിന്ന് ഒരു ആപ്പ് വാങ്ങിക്കുമ്പോൾ ആ ഒരു ഇടപാടും നിർത്താനാണ് പറയുന്നത്. അതായത് പുതിയ മാറ്റം വരുന്നത്, നമുക്ക് ഒന്നിലധികം ഓപ്ഷനുകൾ ഇനി അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഈ മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ഈ ആപ്പിൻ്റെ ഡെവലപ്പേഴ്സിന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പേയ്മെൻറ്റ് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കും. നമ്മൾ ഈ ഗൂഗിൾ പ്ലേ വഴി തന്നെ ചെയ്യണമെന്നില്ല. ഇഷ്ടമുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻ വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അത് കസ്റ്റമർക്കും കിട്ടുന്ന ഒരു ചോയ്സാണ്. അതേപോലെ തന്നെ ഡെവലപ്പേഴ്സിനും നല്ലൊരു കാര്യമാണ്. ഇനി മറ്റൊരു മാറ്റം കൂടിയുണ്ട്. അതായത് നമ്മൾ ആൻഡ്രോയിഡ് ഫോണുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ, അതൊരിക്കലും ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനുകളെ നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ എന്ന് പറയാറില്ല. അതൊക്കെ അവിടെ ഉണ്ടാകും ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനുകൾ. അതല്ലാതെ ബാക്കിയുള്ള ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ ബ്ലോട്ട്വെയേഴ്സ്,
ശല്യക്കാരായ ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റാൾ ചെയ്യണം, അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നത്. ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനുകളെല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? ഇല്ലല്ലേ, ശരിയല്ലേ? അതൊക്കെ അവിടെയുണ്ട്, അതൊക്കെ അവിടെ ഉണ്ടാവും എപ്പോഴും. അത് ഡിസേബിൾ ചെയ്യാം, അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനൊന്നും എല്ലാത്തിനും കൊടുത്തിട്ടുമില്ല. അങ്ങനെയൊക്കെയാണ് ഇതുവരെ. ബട്ട് അതിനും ഒരു മാറ്റം വരണമെന്നാണ് പറയുന്നത്. ശരിക്കും ഡെവലപ്പേഴ്സിന്, അതായത് ഫോൺ നിർമ്മിക്കുന്ന ആൾക്കാർക്ക് തീരുമാനിക്കാം ഗൂഗിളിൻ്റെ ഏതൊക്കെ ആപ്ലിക്കേഷൻ അതിലിടണം. അതായത് ഇതെല്ലാം ഗൂഗിളിൻ്റെ യൂട്യൂബ് മ്യൂസിക്, അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ തന്നെ പ്ലേ സ്റ്റോർ, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ തന്നെ മറ്റു ഗൂഗിൾ മാപ്പ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഗൂഗിളിൻ്റെ തന്നെയാണ്. മൂവീസ് ആയാലും എല്ലാം ഗൂഗിളിൻ്റെ അതിലുണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ എല്ലാ മേഖലയിലും ഗൂഗിൾ തന്നെ കൈവയ്ക്കുന്നൊരവസ്ഥ. ഇതിനെപ്പറ്റി കൂടുതൽ ധാരണയില്ലാത്ത ആൾക്കാരാണെങ്കിൽ അതൊക്കെ തന്നെ അങ്ങ് ഉപയോഗിച്ചങ്ങ് പോകും. ഗൂഗിളിൻ്റെ സെർച്ച് എല്ലാം ഗൂഗിൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ആ മേഖലയിൽ അവർ കുത്തകയായിട്ട് മാറും. സോ അത് പാടില്ല എന്നുള്ള ഒരു സംഗതിയാണ്. ആ രീതിയിൽ വേണം ഇനി ആൻഡ്രോയിഡ് ഫോണുകൾ വരാൻ എന്നുള്ളതും നമ്മുടെ ഇന്ത്യയിൽ വരുന്ന പുതിയ നിയമമാണ്. സോ ഇങ്ങനെ ആപ്പിളെന്നോ ഗൂഗിളെന്നോ വ്യത്യാസമില്ലാതെ ഗവൺമെൻറ്റുകൾ ഇടപെട്ട് കസ്റ്റമേഴ്സിന് കുറച്ചുകൂടി സൗകര്യപ്രദമായി അവർക്ക് കുറച്ചുകൂടി ചോയ്സുകൾ കൊടുത്ത് കുറേ കൂടി സ്വതന്ത്രമായിട്ട് ഫോണുകൾ ഉപയോഗിക്കാൻ, ഈ കമ്പനികളുടെ നിയന്ത്രണത്തിലല്ലാതെ നമുക്ക് ഫോണുകൾ ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യപ്പെടുകയാണ്. വന്ന മാറ്റങ്ങൾ ഇത്രയുമാണ്, ഇനി വരാനിരിക്കുന്നതും ഒട്ടേറെയാണ്. സോ നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി ഷെയർ ചെയ്യാം. ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.